everyone, welcome again to my channel. ഞാൻ സംഗീത. സോ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു മേജർ കൺസേൺ നിങ്ങൾ അറിയിക്കണം. എൻ്റെ മാത്രമല്ല മിക്ക ആൾക്കാരുടെ ഒരു മേജർ കൺസേൺ ആണ് ഞാനിവിടെ അഡ്രസ് ചെയ്യാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഈ കൺസേൺ, ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നും കൂടി ഞാനിവിടെ പറയുന്നുണ്ട്. സോ എന്താണ് ഈ മേജർ കൺസേൺ? എന്താണെന്ന് വെച്ചാല് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യം എന്താണ്? നമ്മുടെ വീടും പരിസരവും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നല്ല വൃത്തിയുള്ളതും നല്ല സേഫ് ആയിട്ടും ഇരിക്കണത് അല്ലെ. ഇപ്പൊ കോവിഡ് വന്നതിന് ശേഷം ആ ഒരു എന്താ പറയാ ഹൈജീനിക്കിന്റെയും അതുപോലെ തന്നെ സേഫ്റ്റിയുടെയും റിക്വയർമെന്റ് കുറച്ചും കൂടെ കൂടിയിരിക്കുകയാണ് അല്ലെ. നമ്മുടെ വീടും നമ്മുടെ പരിസരവും ഒക്കെ നല്ലോണം വൃത്തിയാക്കാനായിട്ട് ഇപ്പൊ നമ്മൾ വളരെയധികം എന്താ പറയാ ആത്മാർത്ഥതയോട് വർക്ക് ചെയ്യുന്നുണ്ട്. വീട് എങ്ങനെ വൃത്തിയാക്കേണ്ടത്, ഹൈജീനിക് ആയിട്ട് വെക്കേണ്ടത് എന്നൊക്കെ നമുക്ക് നല്ലോണം അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി എന്തൊക്കെ സാധനങ്ങളാണ് യൂസ് ചെയ്യേണ്ടതെന്നും നമുക്കറിയാം. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതെങ്ങനെ സേഫ് ആക്കാൻ പറ്റും? ഇപ്പൊ മിക്ക ആൾക്കാരും വീട്ടിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. അധികം ആൾക്കാരൊന്നും റെസ്റ്റോറൻറ്റിൽ ഒന്നും ഓർഡർ ചെയ്യുന്നില്ല. മെയിനായിട്ട് ഈ കോവിഡിന്റെ പ്രശ്നമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആരും റെസ്റ്റോറൻറ്റിൽ നിന്നും മേടിക്കാത്തത്. പക്ഷെ വീട്ടിലുള്ള ഭക്ഷണം തന്നെ സേഫ് അല്ലെങ്കിലോ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മേടിക്കുന്ന പച്ചക്കറികളിലും സാധനങ്ങളിലൊക്കെ മരുന്നടിക്കുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ ഡേഞ്ചറാണ് നമുക്ക്. ഈ പച്ചക്കറികളൊക്കെ ഇതിന് ഒരുപാട് വിഷാംശമുണ്ട്. കോവിഡ് മാത്രമല്ല അല്ലെ, പലതരത്തിലുള്ള പെസ്റ്റിസൈഡ്സ് ഒക്കെ ഇതിൽ അടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റും, പച്ചക്കറികൾ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നതിനെ കുറിച്ചൊരു വലിയ ഡിബേറ്റ് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് ഏറ്റവും ബെസ്റ്റ് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ സ്വന്തം വീട്ടിൽ തന്നെ കുറച്ച് കൃഷി ചെയ്യാം. അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ എല്ലാത്തും നമുക്ക് പച്ചക്കറികൾ കിട്ടാൻ പറ്റും. പക്ഷെ എല്ലാവർക്കും അതിന് പറ്റില്ല. എനിക്ക് ഇവിടെ പറ്റില്ല. എൻ്റെ വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല, അവിടെ കുറച്ച് പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ പച്ചക്കറി സാധനങ്ങളൊക്കെ വെക്കാം. പക്ഷെ ഇവിടെ ഞാനിവിടെ കുറച്ച് സിറ്റി ഏരിയയിലാണ്. ഇവിടെ എനിക്ക് അങ്ങനെ പറമ്പും കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ ടെറസിൽ പച്ചക്കറികൾ കൃഷി ചെയ്യാനുള്ള സാഹചര്യം ഇല്ല. കാരണം ഏട്ടൻ്റെ അമ്മ ഡാൻസ് ടീച്ചറാണ്. അപ്പൊ ടെറസിൽ ആള് മുകളിലാണ്, ടെറസിന്റെ ഏരിയയിലാണ് ആൾ ഡാൻസ് പഠിപ്പിക്കാറ്. ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് അതൊക്കെ നിന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ പറ്റില്ല. പിന്നെ നമുക്ക് ചെറിയൊരു ഏരിയ ഉണ്ട് കൃഷി ചെയ്യാനായിട്ടുള്ളത്. പക്ഷെ അവിടെയൊക്കെ എന്താ പറയുക, കുറച്ച് ചെറിയ ചെറിയ ചെടികളൊക്കെ വളർത്താൻ പറ്റുള്ളൂ. ഈ പച്ചമുളകിൻ്റെയോ വേപ്പിലയുടെയോ അങ്ങനെയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. വലിയ രീതിയിലൊന്നും ഫുൾ ഫ്ലെജ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വീട്ടിൽ കൃഷി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ മെയിനായിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോകും പച്ചക്കറി മേടിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെ അത് സേഫാക്കി എടുക്കാൻ പറ്റും? ഞാനിത് എൻ്റെ ഏട്ടൻ്റെ അമ്മയിൽ നിന്ന് പഠിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരത്തി എന്ന് ചെന്ന് ഒരു ബക്കറ്റ് വെള്ളത്തിൽ മേടിച്ച വെജിറ്റബിൾസ് ഒക്കെ വെള്ളത്തിനുള്ളിൽ ഇടും. എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും, അളവ് എത്രയും ചോദിച്ചാൽ നമ്മുടെ ഇഷ്ടാനുസരണം. എന്നിട്ട് ഇത് ഒരു രാത്രി മുഴുവനും മുക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഈ വെജിറ്റബിൾസ് എല്ലാം പ്ലെയിൻ വാട്ടറിൽ ഒന്ന് കഴുകി കഴിഞ്ഞ ശേഷം ഒരു തുണി എടുത്തിട്ട് അതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്യും. ഇത്തിരി മെനക്കേട്ടുള്ള പണിയാണ്. യെസ്, ഒരുപാട് സമയം നമ്മൾ ഇതിനെ ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷെ അങ്ങനെ ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, സേഫ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇപ്പോ ഈ കോവിഡ് വന്നതിന് ശേഷം നമുക്ക് പല അഡ്വർടൈസ്മെന്റ്സ് ടിവിയിൽ കാണുന്നുണ്ട്. എന്താ പറയാ, വെജിറ്റബിൾസ് മാത്രം ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീനർ, ക്ലെൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രൊഡക്ട്സും വരുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല, കാരണം ഞാനത് മേടിച്ചിട്ടില്ല. അപ്പോൾ അത് യൂസ് ചെയ്താൽ എത്രത്തോളം ബെനിഫിഷ്യൽ ആവും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ഞാൻ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്ന സമയത്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഞാൻ മാമത് ബ്രാൻഡായിട്ട് അസോസിയേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അവർ എല്ലാ മാസം അവർ ലോഞ്ച് ചെയ്യുന്ന പുതിയ പ്രൊഡക്ട്സ് അയച്ചു തരും. പലതും ഞാൻ എന്താ പറയാ ഇഗ്നോർ ചെയ്യാറുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് സാറ്റിസ്ഫൈ ആവുന്ന പ്രൊഡക്ട്സ് മാത്രമേ ഞാൻ നിങ്ങളുടെ അടുത്ത് അറിയിക്കാറുള്ളൂ. പക്ഷെ പല പ്രൊഡക്ട്സും ഞാൻ ഇഗ്നോർ ചെയ്യാറുണ്ട്, വേണ്ടെന്ന് പറയാറുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം എനിക്ക് അവർ അയച്ചിരുന്ന പ്രൊഡക്റ്റ് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. എന്താണെന്ന് വെച്ചാല് വെജിറ്റബിൾസും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ടോയ്സും ഒരുപോലെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ബേസ്ഡ് മൾട്ടി പർപ്പസ് എന്താ പറയുക ക്ലെൻസർ ആണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ നിർമ്മിച്ചതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് എല്ലാവർക്കും വേണ്ടി യൂസ് ചെയ്യാം. വെജിറ്റബിൾസ് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല അല്ലെ. അപ്പം ഇതാണ് ഇവരുടെ മെയിൻ പ്രൊഡക്റ്റ്. അവർ പുതുതായിട്ട് ഇപ്പൊ ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് ഇതാണ്. അപ്പോൾ ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് സംഭവം എന്ന് വെച്ചാൽ ഇത് ഒരു തരത്തിലുള്ള കെമിക്കൽസ് ഇല്ല. ഇത് ഫുള്ളി പ്ലാന്റ് ബേസ്ഡ് ആണ്. അത് ഒരു പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. എല്ലാം പ്ലാന്റ് ബേസ്ഡ് ആണ്. ഇത് ബയോഡിഗ്രേഡബിൾ ആണ്. ഓക്കെ, ഇതിൽ ഒരു തരത്തിലുള്ള അങ്ങനെ കെമിക്കൽസ്, SLS, പാരബൻസ് എന്ന സംഭവം ഉണ്ടല്ലോ,
അതൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ടോയ്സ് മാത്രമല്ല, കുഞ്ഞിന് യൂസ് ചെയ്യുന്ന ഫീഡിംഗ് ബോട്ടിൽസ്, പാസിഫയർ, ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇത് നല്ലതാണ് എന്നാണ് പറയുന്നത്. ഇതിൽ എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഒരു തരത്തിലുള്ള കെമിക്കൽസ് ആഡ് ചെയ്തിട്ടില്ല. ഈവൻ ആർട്ടിഫിഷ്യൽ ഫ്രേഗ്രൻസസും ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഈ ഒരു ബോട്ടിൽ അവർ എനിക്ക് അയച്ചു തന്ന 500 ml ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ₹499 ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്കിൽ തന്നെ എങ്ങനെയാണ് നമ്മൾ ഓരോ സാധനങ്ങൾ ക്ലീൻ ചെയ്യേണ്ടത്, അതായത് വെജിറ്റബിൾസ്, കുഞ്ഞുങ്ങളുടെ ടോയ്സ്, പിന്നെ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഫീഡിംഗ് ബോട്ടിൽസ്, പാസിഫൈസ്, ഇതൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്ന് കറക്റ്റായിട്ട് അവർ ഡയറക്ഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് ഓൺലൈനിലാണ് അവൈലബിൾ. ആമസോണിൽ, ഫസ്റ്റ് ക്രൈയിൽ, പിന്നെ മാമാർത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഒരു ഗുണമുണ്ട്. 20% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. എൻ്റെ പേരിലുള്ള ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ യൂസ് ചെയ്താൽ മതി, സംഗീത 2020 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇത് മാമാർത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ മാത്രമേ ഉള്ളൂ ഈ ഡിസ്കൗണ്ട് കൂപ്പൺ. ഇപ്പോൾ ഞാൻ എൻ്റെ വെജിറ്റബിൾസ് ഈ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ലിക്വിഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ, കുറച്ച് വളരെ ലൂസ് ലിക്വിഡാണ്, വളരെ ക്ലിയർ ആയിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് ലിക്വിഡാണ്. ഓക്കെ, ഇത് കുറച്ച് ഇട്ടിട്ട് ഞാൻ വെറുതെ വെള്ളത്തിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ശരിക്കും സോപ്പ് പതയുന്നത് പോലെ പതയാട്ടോ ഇത്. ഞാനൊന്ന് ക്ലോസപ്പിൽ കാണിച്ചു തരാം. കണ്ടില്ലേ, സോപ്പ് പതയുന്ന പോലെ പതയുന്നത്, പക്ഷെ അത്ര വലിയ പതയല്ല, ലൈറ്റായിട്ട് പതയാണ്. എന്നിട്ട് റണ്ണിങ് വാട്ടറിൽ, അതായത് നമ്മൾ വെറുതെ അല്ല, റണ്ണിങ് വാട്ടറിൽ ഈ വെജിറ്റബിൾസൊക്കെ ഒരു 15 സെക്കൻഡെങ്കിലും വാഷ് ചെയ്യണം എന്നാണ് പറയുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലെൻസർ പൂർണ്ണമായിട്ടും വെജിറ്റബിൾസിന് പോകണം. അപ്പോൾ ഒരു 15 സെക്കൻഡെങ്കിലും റണ്ണിങ് വാട്ടറിൽ, അതായത് ഒഴുകുന്ന വെള്ളത്തിൽ കാണിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ കാണിച്ചിട്ട് ക്ലീൻ ചെയ്യണം എന്നാണ് പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിന് ഒരു സോപ്പിൻ്റെ മണമൊക്കെ ഉണ്ട്, പക്ഷേ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ മണം ഈ വെജിറ്റബിൾസിൽ ഒന്നും തന്നെ ഇല്ല. വെജിറ്റബിൾസിൻ്റെ സ്മെല്ല് അതേപോലെ തന്നെ ഉണ്ട്, ഒരു വ്യത്യാസം എനിക്ക് തോന്നിയില്ല. കുറച്ച് വൃത്തിയായിട്ട് എനിക്ക് തോന്നി, ക്ലീൻ ആയി എന്ന് തോന്നി, അതിൻ്റെ അകത്ത് അഴുക്കുകളൊക്കെ പോയി എന്ന് തോന്നി. അതല്ലാതെ അതിൻ്റെ മേൽ ഒരു തരത്തിലുള്ള മണം തീരെ ഉണ്ടായിരുന്നില്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്തൊന്നും ആർട്ടിഫിഷ്യൽ ഫ്രേഗ്രൻസസ് ഒന്നും ഇല്ലയെന്ന്. ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ പച്ചക്കറി മേടിക്കാൻ പോകുമ്പോൾ ഫസ്റ്റ് തിങ്, പച്ചക്കറി മേടിക്കുന്ന സമയത്ത് അത് മണക്കേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. മേടിച്ച് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് നേരെ വരിക, ഹാൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ കൈ നല്ലോണം സാനിറ്റൈസ് ചെയ്യുക. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ കൈ സാനിറ്റൈസ് ചെയ്യാനായിട്ട് അവർ പറയും, സൂപ്പർ മാർക്കറ്റിലുള്ള ആൾക്കാർ പറയും അല്ലെ. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ വീണ്ടും സാനിറ്റൈസ് ചെയ്യാം. ഈ പച്ചക്കറികളൊക്കെ ഒരു മൂലയ്ക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് ഇതിനെ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ നാച്ചുറൽ മെത്തേഡ് അല്ലെങ്കിൽ ഏതെങ്കിലും മെത്തേഡ്, ഈ വെജിറ്റബിൾസ് ക്ലീൻ ചെയ്യാനുള്ള മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യാം. നല്ലോണം വൃത്തിയായ ശേഷം മാത്രമേ ഈ വെജിറ്റബിൾസ് പിന്നെ നമ്മൾ ധൈര്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ മറ്റേ സിനിമ ഉണ്ടല്ലോ, ഹൗ ഓൾഡ് ആർ യു, മഞ്ജു വാര്യരുടെ സിനിമ, അതിന് നിങ്ങൾ ഒരു എന്താ പറയുക, മഞ്ജു വാര്യർ പറയുന്ന ഒരു പ്രസംഗം ഉണ്ടല്ലോ, അതിൽ പറയുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തതിന്, ഓരോ കൊച്ചു കുട്ടികൾക്ക് ഓരോ അസുഖങ്ങൾ വരുന്നതിന്റെ മെയിൻ കാരണം എന്താണ്? മേജർ റീസൺ കഴിക്കുന്ന ഭക്ഷണങ്ങൾ. പച്ചക്കറികൾ അത്രയും വിഷാംശമുണ്ട്. കോവിഡിന്റെ കാര്യം കൂടെ അതും കൂടി ഉണ്ട്. എന്നാലും കൂടി ഇതാണ് സംഭവം, പച്ചക്കറികൾ നല്ലോണം വൃത്തിയായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നമ്മുടെ ശരീരത്തിൽ നല്ലത്. അപ്പൊ ഇതുപോലെ ഇത്തിരി മെനക്കെടുന്ന ഒരു കാര്യമുണ്ട്, പക്ഷെ എന്നാലും ഇതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയാണ്ട് എന്ത് ചെയ്യേണ്ടത്, ലൈക്ക്, ഷെയർ, പിന്നെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. പിന്നെ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. Till then, it's bye from me.